നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം സെന്ററിങ് ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. Okay. ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിന്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ദ പാത്ത് ഇസ് ദ ഗോൾ എന്നുള്ള ഡിസ്കഷനിൽ ലിവിങ് ദ ഗോൾ ആണ് ചർച്ച ചെയ്തത്. ആ ലക്ഷ്യത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് ജീവിക്കുക. സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങളിൽ 9ാമത്തെ പ്രമാണമായ മറ്റുള്ളവരിൽ ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം നിങ്ങളുടെ പെരുമാറ്റവും ജീവിതവും രൂപപ്പെടുത്തുക. ഇതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ബാബുജി മഹാരാജ് രൂപപ്പെടുത്തുക എന്നുള്ളൊരു ടേം ഉപയോഗിക്കുന്നുണ്ട്. മോൾഡ് യുവർ ലിവിങ്. എവിടെയാണ് ഈ രൂപപ്പെടുത്തേണ്ടത്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ പുറമെയാണ് പ്രവൃത്തികൾ നടക്കുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിലും ശരിക്ക് ഈ പ്രവൃത്തികളുടെ എല്ലാം അടിസ്ഥാനം മനസ്സിലാണ്. മനസ്സ് ഏത് തലത്തിലാണ് നിൽക്കുന്നത് ആ തലത്തിലായിരിക്കും നമ്മളുടെ പെരുമാറ്റം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ശ്രദ്ധാത്രയ വിഭാഗ യോഗം എന്നുള്ള ചാപ്റ്ററിൽ ഈ കാര്യം പരാമർശിക്കുന്നുണ്ട്. എന്താണ് നമ്മളുടെ ശ്രദ്ധ? എവിടെയാണ് നമ്മുടെ ശ്രദ്ധ? അതായത് നമ്മുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നസ് എവിടെയാണ്? അതാണ് ശ്രദ്ധ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പെരുമാറ്റം രൂപീകരിക്കുന്നത്. അവിടെ നമ്മൾ പെരുമാറുന്നത് അവിടെ നിന്നുകൊണ്ടാണ്. നമുക്കതിനെ മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരിക്കലും പാരഡിം ഷിഫ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തോമസ് കുൻ എന്നുള്ള പ്രസിദ്ധനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ സയന്റിഫിക് ആയിട്ട് റെവല്യൂഷൻസ് വന്നതെല്ലാം പാരഡിം ഷിഫ്റ്റ് നടന്നപ്പോഴാണ് എന്ന് പറയുന്നത്. ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റം. ക്വാണ്ടം ഫിസിക്സ് ഒരു പാരഡിം ഷിഫ്റ്റ് ആണ്. അതുവരെ ചിന്തിക്കാത്ത ഒരു സ്റ്റേറ്റിൽ നിന്നാണ് ചിന്തിക്കുന്നത്. എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കും, പക്ഷെ അതിന്റെ അടിസ്ഥാനം ഒരു ഫീൽഡാണ് എന്നുള്ള ഒരു തത്വം.
അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പാരഡിം ഷിഫ്റ്റ് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ പെരുമാറ്റം മാറ്റാൻ സാധിക്കുള്ളൂ. ആ ഷിഫ്റ്റ് കൊണ്ടുവരേണ്ടത് എവിടെയാണ്? മനസ്സിലാണ്. അതുകൊണ്ട് തന്നെ പുറമെ എത്ര നമ്മൾ ശ്രമിച്ചാലും മനസ്സിൽ മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ അതൊന്നും പ്രയോജനമില്ലാതെ മാറും. കബീർദാസ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്, മാലാ ഫേരത്ത് ജുഗു ഭയ ഫിരാന മൻകാ ഫേർ കർക്കാ മൻകാ ഡാരിദേ മൻകാ മൻകാ ഫേർ. നിങ്ങൾ വർഷങ്ങൾ കളഞ്ഞു, കയ്യിൽ റോസറി തിരിച്ചുകൊണ്ട്, മാല എണ്ണി എണ്ണിക്കൊണ്ട്, ഇനി മനസ്സിൽ നിങ്ങൾ ആ മാറ്റം കൊണ്ടുവരും എന്നാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനും പാണ്ഡവന്മാരും മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് കണ്ടുമുട്ടുമ്പോൾ പാണ്ഡവന്മാര് ഒരു തീർത്ഥാടനത്തിന് പോവുകയാണ്, ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം പരിഹാരം കിട്ടാനായിട്ട്. പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോയിട്ട് തൊഴുതിട്ട്, അതുപോലെ അവിടെയുള്ള തീർത്ഥങ്ങളിൽ കുളിച്ചിട്ട് വരാം. ഭഗവാനെയും ക്ഷണിക്കുകയാണ്. ആ ഭഗവാൻ ഒരു കുമ്പളങ്ങ കൊടുക്കുകയാണ്. പറഞ്ഞു, എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു, ഏതൊക്കെ പുഴയിൽ കുളിക്കുന്നോ, ഈ കുമ്പളങ്ങ നിങ്ങളുടെ ഒപ്പം തന്നെ മുക്കിയിട്ട് കൊണ്ടുവന്നോളൂ. അപ്പൊ ഈ തീർത്ഥാടനം എല്ലാം കഴിഞ്ഞിട്ട് പാണ്ഡവന്മാർ തിരിച്ചു വരികയാണ്. അപ്പൊ ഭഗവാൻ പറയാണ്, ഇന്ന് നമുക്ക് ഈ കുമ്പളങ്ങ വെച്ച് കൂട്ടാൻ വെക്കാം. അപ്പൊ പാണ്ഡവന്മാർ പറഞ്ഞു, അയ്യോ ഭഗവാനെ, ഇത്രയും ദിവസങ്ങൾ കടന്നുപോയി, കുമ്പളങ്ങ കേടുവന്നിട്ടുണ്ടാവില്ലേ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇത്രയും തീർത്ഥസ്നാനങ്ങൾ കുളിച്ചതിന് ശേഷം കുമ്പളങ്ങ കേടുവരാ ചെയ്യുക? നന്നാവുമല്ലേ വേണ്ടത്? അപ്പോഴാണ് പാണ്ഡവന്മാർക്ക് ഇത് ഉദിച്ചത്. പുറമേ അല്ല നമ്മൾ കുളിക്കേണ്ടത്, ഉള്ളിലാണ് കുളിക്കേണ്ടത്. നമ്മൾ പുറമേ തീർത്ഥാടനങ്ങൾ നടത്തുന്നുണ്ട്, വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്, എത്രയോ വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോഴേ മനസ്സിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? മനസ്സിൽ മാറ്റം വന്നിരുന്നെങ്കിൽ ലോകം ഇങ്ങനെയല്ല. എത്ര ഉപവാസങ്ങൾ നടത്തി, എത്ര പ്രാവശ്യം നമ്മുടെ അവതാരങ്ങളുടെയും മാസ്റ്റേഴ്സിനെയും സെലിബ്രേഷൻസ് നടത്തി, ലോകത്തിൽ എന്തുകൊണ്ട് മാറ്റങ്ങൾ വരുന്നില്ല? കാരണം മനുഷ്യന്റെ മനസ്സ് മാറുന്നില്ല. മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം വരേണ്ടത് മനസ്സിലാണ്. അപ്പൊ സഹജമാർഗം ഫോക്കസ് ചെയ്യുന്നത് അവിടെയാണ്. നിങ്ങൾ മാറ്റം കൊണ്ടുവരേണ്ടത് ഉള്ളിലാണ്. ആ പെരുമാറ്റത്തിന്റെ രൂപീകരണം നടക്കേണ്ടത് ഉള്ളിലാണ്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിനെ ഉയർത്തുന്ന, മനസ്സിന്റെ താഴേക്കുള്ള ടെൻഡൻസീസിനെ എടുത്തു കളയുന്ന പ്രാക്ടീസസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ പുറമേ ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. നമുക്ക് ഏത് ക്ഷേത്രത്തിലോ ഏത് പള്ളിയിലോ എവിടെ വേണമെങ്കിൽ ആരാധിക്കാം. പക്ഷെ മാറുന്നുണ്ടോ എന്ന് നോക്കണം. ബാബുജി മഹാരാജിന്റെ ഉദാഹരണം തന്നെ ഉണ്ട്. ബാബുജി മഹാരാജ് ആദ്യം വിഗ്രഹാരാധന തുടങ്ങി, മനസ്സിൽ മാറ്റങ്ങൾ വന്നില്ല എന്നുള്ള മാറ്റിവെച്ചു. മന്ത്രോച്ചാരണം നടത്തി, കുറച്ച് ദിവസം നോക്കിയതിന് മനസ്സിലായി എനിക്ക് മാറ്റം വരുന്നില്ല. അങ്ങനെയാണ് ലാലാജി മഹാരാജിനെ കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സുപ്രീം നോളജിന്റെ കണക്ഷൻ വേണം. നമ്മളുടെ ജീവനിലേക്ക് കണക്ഷൻ വേണം. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തെ പറ്റി ബോധം വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ നമ്മളൊരു യാത്രയ്ക്ക് പോവുകയാണ് എന്ന് വിചാരിച്ചു നോക്കൂ. അപ്പൊ യാത്ര അതിന്റെ ശരിയായിട്ടുള്ള ദിശയിൽ പോകണമെന്നുണ്ടെങ്കിൽ കോമ്പസ് വേണം. ദാജി ഇന്നർ കോമ്പസിനെ പറ്റി എപ്പോഴും പറയാറ്. അപ്പൊ ഷിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ കോമ്പസ് വേണ്ട. ആ കോമ്പസ് നോക്കിയിട്ടാണ് ഷിപ്പ് സഞ്ചരിക്കുന്നത്. കോമ്പസ് ഇല്ലെങ്കിൽ ഷിപ്പ് എങ്ങടാ പോവുക? എവിടെയെങ്കിലും പോകും. ഷിപ്പ് നല്ലോണം സഞ്ചരിക്കുന്നുണ്ട്, നല്ല മെഷീനാണ്, പക്ഷെ പോകുന്നത് ലക്ഷ്യത്തിലേക്കല്ല. അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ കോമ്പസ് ശരിയായിട്ട് ദിശയിലാണോ നീങ്ങുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇന്നർ കോമ്പസ് എങ്ങോട്ടാണ്? മനസ്സിന്റെ ഉറവിടത്തിലേക്ക്. ഇപ്പൊ ക്യാരക്ടർ രൂപീകരണം, പെരുമാറ്റത്തിന്റെ രൂപീകരണം, ഇതെല്ലാം സംഭവിക്കേണ്ടത് ഉള്ളിലാണ്. ഉള്ളില് ശുദ്ധീകരണം വരുത്താതെ, മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടാതെ നമ്മൾ പുറമേ ഉള്ള പെരുമാറ്റങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പൊട്ടിയുള്ള ചുമരുമ്പോ വൈറ്റ് വാഷ് ചെയ്യുന്ന പോലെയാണ്. മറച്ചു വെക്കാൻ വേണ്ടി വൈറ്റ് വാഷ് ചെയ്യും. അല്ലെങ്കിൽ ഒരു VIP കടന്നു വരുമ്പോൾ പൊടി കാണാതിരിക്കാൻ കാർപ്പറ്റിലേക്ക് അടിച്ചു കയറ്റുന്നവരാണ്. ഒരു മാറ്റവും ഇല്ല, അത് അവിടെ തന്നെ ഉണ്ട്. വെറും ഷോ ആയിട്ട് മാറുന്നു. അധര വ്യായാമം എന്നൊക്കെ പറയുന്നു. ശരിക്കുള്ള മാറ്റം, ഭക്തി സ്നേഹഭാവങ്ങൾ ഉണരേണ്ടത് ഉള്ളിലാണ് എന്ന് തിരിച്ചറിവ് വേണം.
അപ്പൊ അത് മുതിർന്നവരായിട്ടുള്ള ആൾക്കാർ ഇതിനുള്ള മാർഗദർശനം നൽകണം. സാധന റെഗുലറായിട്ട് ചെയ്യുക. കുട്ടികൾക്കും ആ വഴി കാണിച്ചു കൊടുക്കും. നിങ്ങളുടെ ഇന്നർ കോമ്പസ് കറക്റ്റാണ്. നിങ്ങൾ പുറമെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഏത് ജോലിയായാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ നിസ്വാർത്ഥരാവുന്നുണ്ടോ, മനസ്സ് കൂടുതൽ ഉയരുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു ദിവസം കഴിഞ്ഞ് അവസാനം ഡയറി എഴുതണം. ഡയറിയിൽ ശ്രദ്ധിക്കണം എവിടേക്കാണ് ഞാൻ സ്വാർത്ഥത കാണിച്ചത്. ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. മഹാത്മാഗാന്ധിജി മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത് എന്ന് പറഞ്ഞു. മഹാത്മാഗാന്ധിജിയെ പോലെ ഒരു നേതാവ് നമ്മുടെ രാജ്യത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം ലോകത്തിൽ എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും മനസ്സ് ആ പൂർണ്ണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ ഈ സമരങ്ങൾക്കൊന്നും ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ നേതാവാണ്. അത്രയും മഹാനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. അപ്പൊ അത് അദ്ദേഹം നമുക്ക് മാർഗദർശനം നൽകി. അദ്ദേഹം പറഞ്ഞത് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം. പല വഴികളിലൂടെയും സഞ്ചരിക്കുന്നു. ഗാന്ധിജിയുടെ വഴിക്ക് സഞ്ചരിച്ചു. പക്ഷെ എപ്പോഴും കോമ്പസ് കറക്റ്റായിട്ടുള്ള ദിശയിലായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും വേദന അനുഭവിച്ചിരുന്നത്. വേദന പുറമേ നടക്കുന്ന സംഭവങ്ങളിലല്ല. എന്തുകൊണ്ട് എനിക്ക് ഇതില് ആ പ്യൂർ ആയിട്ടുള്ള ആ സ്നേഹം നൽകാൻ സാധിക്കുന്നില്ല, എൻ്റെ പ്രസൻസ് കൊണ്ട് എന്തുകൊണ്ട് ഇവിടെ ചേഞ്ച് വരുന്നില്ല. അപ്പൊ അത് നിരന്തരം വേദന ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പൊ നമ്മളിലും ഈ തരത്തിലൊരു ശ്രദ്ധ വേണം. നമ്മുടെ പ്രസൻസ് ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്തുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കണം. എവിടെയെല്ലാം അത് സാധിക്കുന്നില്ല അവിടെ നമ്മൾ കറക്ഷൻ കൊണ്ടുവരേണ്ട ആവശ്യം. നമ്മൾ പ്രാർത്ഥിക്കുക, സ്നേഹം അവിടേക്ക് ഒഴുകാൻ അനുവദിക്കുക, ഉള്ളിൽ ശുദ്ധീകരണം നടത്തുക, വീണ്ടും കൂടുതൽ ധ്യാനിക്കുക, കൂടുതൽ കറക്ഷൻ കൊണ്ടുവരിക. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജോലിയിലും അത് വളരെ ഭംഗിയായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കുടുംബത്തിലുള്ള പ്രവർത്തികളിലും അത് സഹായിക്കുന്നു. ഭക്തി സ്നേഹഭാവങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചില സമയങ്ങളിൽ മാത്രം കാണിക്കാനുള്ളതല്ല. അമ്പലത്തിൽ പോകുമ്പോഴോ പള്ളിയിൽ പോകുമ്പോഴോ ഡ്രസ്സ് ഇട്ടിട്ട് അല്ലെ പൂക്കൾ കൊണ്ടുപോകുമ്പോൾ കാണിക്കേണ്ടതല്ല. ഭക്തി സ്നേഹഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് റേഡിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.